കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മരണവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂർ തലശ്ശേരിയിൽ നിന്നും പുറത്തുവന്നത്. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശികളായ അനൂപ് ധരണ്യ ദമ്പതികളുടെ മകളായ 14-കാരി ആദിത്യയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഓരോ മാതാപിതാക്കളും മുൻകൈ എടുക്കേണ്ടതുണ്ട്. വേനൽ അവധിയായതിനാൽ കണ്ണൂരിൽ ജോലി ചെയ്യുന്ന മാതൃ സഹോദരിയുടെ വീട്ടിലേക്ക് വിരുന്നെത്തിയതായിരുന്നു ആദിത്യ. തലശ്ശേരി കൊടുവള്ളി റെസ്റ്റ് ഹൌസിന് സമീപമുള്ള ആമിന ക്വാർട്ടേഴ്സിലാണ് ഇവർ താമസിച്ചു വന്നിരുന്നത്. തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരത്ത് നിന്നും അമ്മയുടെ ഫോൺ കോൾ വന്നതിന് പിന്നാലെ പെൺകുട്ടി വീടിന്റെ സ്റ്റെയർ കേസിന്റെ പടിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സദാസമയവും വാട്സാപ്പിൽ കണ്ടതോടെയാണ് മകളെ അമ്മ വിളിച്ച് ശകാരിക്കുന്നത്. താക്കീത് ചെയ്തതിന് പുറമെ വാട്സാപ്പ് മൊബൈലിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ അമ്മ ആവശ്യപ്പെട്ടു എന്നും പറയുന്നു. ഇതിന്റെ മനോവിഷമത്തിലാണ് പെൺകുട്ടി ജീവനൊടുക്കിയത് എന്നാണ് പ്രാഥമികമായ നിഗമനം. സംഭവത്തിൽ തലശ്ശേരി ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ആദിത്യ. കൗമാരക്കാരിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണതകൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇത്രയേറെ കുട്ടികൾ എന്തിനാണ് ജീവിതം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുന്നതെന്ന് സ്വാഭാവികമായും നമ്മൾ ചിന്തിച്ചു പോകും. എന്നാൽ തീർത്തും ഗൗരവകരമായി കാണേണ്ട ഒരു വിഷയമാണ് കുട്ടികളിലെ ആത്മഹത്യാ ശ്രമങ്ങൾ. ഇതിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് കുട്ടി വളർന്നുവരുന്ന സാഹചര്യം, സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള കഴിവ്, അതുപോലെ വീട്ടുകാർ കുട്ടികൾക്ക് കൊടുക്കുന്ന പിന്തുണ എത്രത്തോളമാണ് എന്നിവയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ്. കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന വീടുകളിൽ വളർന്നുവരുന്ന കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം കൂടുതലായി കണ്ടുവരാറുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ മാനസികമായി കുഞ്ഞുങ്ങളെ തളർത്തുന്ന തരത്തിലുള്ള നടപടികൾ അധ്യാപകരിൽ നിന്നോ അല്ലെങ്കിൽ രക്ഷിതാക്കളിൽ നിന്നോ ഉണ്ടാകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുക, പരസ്യമായും അല്ലാതെയും ആക്ഷേപിക്കുക, അകാരണമായി ശകാരിക്കുകയോ കുട്ടിയെ മർദ്ദിക്കുകയോ ചെയ്യുക, കുട്ടിക്ക് സമയം നൽകാതിരിക്കുക തുടങ്ങിയവയൊക്കെ അവരെ മാനസികമായി തളർത്തുന്നു. പ്രധാനമായും ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികളുമായി തുറന്നു സംസാരിക്കാവുന്ന ഒരു ബന്ധം പല മാതാപിതാക്കളിലും കണ്ടുവരാറില്ല. തങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനോ പരിഹരിക്കാനോ മറ്റാരുമില്ല എന്നൊരു തോന്നൽ കുട്ടികളിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട്. ഇതും ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നു. കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും സഹായം വേണ്ടുന്ന പക്ഷം വിദഗ്ധരെ സമീപിക്കാനും മാതാപിതാക്കൾ ഒട്ടും മടി കാണിക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.